മനുഷ്യസ്നേഹത്തിൻ്റെയും മാനവികതയുടെയും പുതിയ മാതൃകാസ്ഥാനമായി കാവേരികുളം ശാരദാമഠം. This news is brought to you by പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ, ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ. മാനവസ്നേഹത്തിന്റെ പുതിയ മാതൃകയായി നിർമ്മാണം നടക്കുന്ന കാവേരികുളം ശാരദാമഠത്തിന്റെ കട്ടിളവെക്കൽ കർമ്മം ഭക്തിനിർഭരമായ ചടങ്ങായി തന്നെയാണ് നടന്നത്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന ഗുരുദേവ സങ്കല്പത്തിന്റെ ഉദാത്തമായ മാനവിക ദർശനം നെഞ്ചിലേറ്റിക്കൊണ്ടാണ് കാവേരികുളം ശാരദാമഠത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായത്. ജാതിമത ചിന്തകൾക്കതീതമായി മനുഷ്യത്വത്തിന്റെ വലിയൊരു സന്ദേശം ഉയർത്തിപ്പിടിക്കുന്ന കാവേരികുളം ശാരദാമഠത്തിന്റെ കട്ടിളവെക്കൽ കർമ്മം ശിവഗിരി മഠം ജനറൽ സെക്രട്ടറി സംപൂജ്യ ശ്രീ ശുഭാകാനന്ദ സ്വാമികളാണ് നിർവഹിച്ചത്. സ്നേഹവും സാഹോദര്യവും വിളിച്ചോതുന്ന ഈ പുണ്യസ്ഥാനം ജാതിമത ഭേദമില്ലാതെ ഏവർക്കും ഒത്തുചേരാവുന്ന ഒരു ശാന്തി കേന്ദ്രമായി മാറുകയാണെന്നും സ്വാമികൾ പറഞ്ഞു. ശാരദാമഠത്തിന്റെ പ്രധാന കവാടമായ പടിഞ്ഞാറേ നടയിലെ കട്ടിള കണ്ണൂർ സുന്ദരേശ്വര ക്ഷേത്രം ഭക്തി സമൃദ്ധിനി യോഗവും ശാരദാമഠത്തിന്റെ കിഴക്കേ നടയിലെ കട്ടിള ഡെജോ വാണിശ്ശേരി എന്നവരുടെ മകൻ USA-യിലുള്ള ആൽവിൻ ഡെജോ വിർജീനിയ എന്നിവരുമാണ് സമർപ്പിച്ചത്. ചടങ്ങിൽ അപ്പുക്കുട്ടക്കുറുപ്പ് കാർത്തികപ്പള്ളി അധ്യക്ഷത വഹിച്ചു. സുരേശ്വരാനന്ദ സ്വാമികൾ സ്വാഗത ഭാഷണം നടത്തി. മലബാർ ദേശത്ത് വിദ്യ കൊണ്ട് സ്വതന്ത്രരാവുക എന്നുള്ള മഹാഗുരുവിന്റെ മഹാപ്രബോധനത്തിന്റെ സാക്ഷാത്കാരമായിട്ട് മലബാറിൽ
കണ്ണൂർ ജില്ലയിൽ തിരുമേനി എന്ന് പറയുന്ന പ്രദേശത്ത് വിദ്യാസ്വരൂപിണിയായ പരബ്രഹ്മസ്വരൂപിണിയായ അമ്മയുടെ ക്ഷേത്ര നിർമ്മാണത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വലിയ ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത്. ഭഗവാന്റെ തന്നെ അനുഗ്രഹവും ആഗ്രഹവുമായിരുന്നു എല്ലാവരും വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുന്നതും ഭൗതികമായ സാഹചര്യങ്ങളിലൂടെ മെച്ചപ്പെട്ട ജീവിതത്തിൽ എത്തുന്നതോടൊപ്പം ആധ്യാത്മികമായിട്ടുള്ള ഉണർവും എല്ലാവരിലും ഉണ്ടാകണമെന്നുള്ള ഗുരുവിന്റെ വലിയ സങ്കല്പമായിരുന്നു. അതോടൊപ്പം ക്ഷേത്രത്തിലൂടെ സാമൂഹികമായും സാംസ്കാരികപരമായും വിദ്യാഭ്യാസപരമായും ആധ്യാത്മികപരമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള സമഗ്രമായിട്ടുള്ള ഉയർച്ചയും മാനവ സമൂഹത്തിൽ ഉണ്ടാകണമെന്നുള്ള ഗുരുവിന്റെ വലിയ വലിയ ആഗ്രഹത്തിന്റെ ഒരു വലിയ സാക്ഷാത്കാരമാണ് ഇന്നിവിടെ നമ്മുടെ ഈ കട്ടളവൽപ്പ് ചടങ്ങിനോടൊപ്പം സാക്ഷാത്കരിക്കുന്നത്. കർമ്മത്തില് കണ്ണൂർ സുന്ദരേശ്വര ക്ഷേത്രം വൈസ് പ്രസിഡന്റ് ടി.കെ. രാജൻ, SNDP തളിപ്പറമ്പ് യൂണിയൻ ഭാരവാഹി കെ.എഫ്. രവീന്ദ്രമാഷ്, SNDP പയ്യന്നൂർ യൂണിയൻ കൺവീനർ സാജു, കണ്ണൂർ ഗുരുധർമ്മ പ്രചാരണ സഭാ പ്രസിഡന്റ് C.K. സുനിൽ മാസ്റ്റർ, GDPS ജില്ലാ സെക്രട്ടറി V.P. ദാസൻ, തിരുമേനി SNDP സ്കൂൾ റിട്ടയേർഡ് ഹെഡ് മിസ്ട്രസ് V.N. ഉഷാകുമാരി, വിവിധ മേഖലകളിൽ നിന്ന് എത്തിയ SNDP ശാഖാ സംഘടനകളുടെയും ക്ഷേത്രങ്ങളുടെയും GDPSന്റെയും ഗുരുമഠങ്ങളുടെയും പ്രതിനിധികൾ, മറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. കാവേരികുളം ശാരദാമഠം ക്ഷേത്രം കൺവീനർ സുനിൽ പേപ്പതിയിൽ, മറ്റ് ഭാരവാഹികളായ അഡ്വക്കേറ്റ് T.G. ഹരികുമാർ, P.S. സുബിൻ, K.A. സന്തോഷ്, വിനോദ് പാടിച്ചാൽ, P.S. ഷൈജു, E.B. അരുൺ, രാജൻ പേപ്പതിയിൽ, P.N. ഷാജി, P.S. സജി, ഉദയൻ കാത്തിലത്ത്, സനീഷ് ഉണ്ണിത്താൻ, P.N. ഭാസ്കരൻ, മാതൃസമിതി ഭാരവാഹികളായ സുശീല സുരേന്ദ്രൻ, ഓമന കൂടത്തിങ്കൽ, ശ്യാമള മരുതോലിക്കൽ, ബിന്ദു ഷാജി, സരോജിനി, യമുന കുന്നംകുളം, രാധാമണി ഭാസ്കരൻ, സുമതി രാജൻ, ക്ഷേത്രം ശാന്തി പ്രസാദ് കമ്പല്ലൂർ, കർണാടക ശിവഗിരി മഠത്തിലെ മനോജ് തന്ത്രി എന്നിവരും സമൂഹത്തിൻ്റെ നാനാ തുറകളിലുള്ളവരും മാധ്യമപ്രവർത്തകരായ മധു കരേള, സണ്ണി പതിയിൽ, A.G. ഭാസ്കരൻ തുടങ്ങിയവരും പങ്കെടുത്ത ചടങ്ങ് പ്രദേശത്തിൻ്റെ പുതിയ മാറ്റത്തിൻ്റെ തുടക്കമാണെന്നും ശാരദാമഠം ഭാരവാഹികൾ പറഞ്ഞു. സൽക്കർമ്മമാണ് അന്ന് സ്വാമി കഴിവിൽ ചെയ്തിട്ടുള്ളത്. CBS 2000 കുട്ടികൾ പഠിക്കുന്ന ഒരു CBS സ്കൂളുണ്ട്, ഒരു ITC ഉണ്ട്, ഒരു വർക്കിംഗ് മോഹൻ കൂടി ഉണ്ടായിരുന്നു. അതേപോലെ വളർന്ന് അനേകം വിദ്യാലയങ്ങൾ, അനേകം ഈ മഹത്തായ പ്രിയപ്പെട്ടവരെ ദേവീ ക്ഷേത്രം ഇവിടെ ഉയർന്നു വരേണ്ടതുണ്ട്. അതിനെല്ലാവരുടെയും എപ്പോഴും സഹകരണത്തോടുകൂടി മുന്നോട്ടേക്ക് പോകാൻ സാധിക്കേണ്ടതുണ്ട്. ഗുരുധർമ്മ പ്രചരണ സഭ ഇവിടെ ശാരദാംബയുടെ ഇരിപ്പിടമായ കമലദളങ്ങൾ സമർപ്പിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. മീറ്റിംഗ് മാത്രമാണ് ഞങ്ങൾക്ക് പങ്കെടുക്കാനാണെങ്കിലും അത് ശിവഗിരി മഠത്തിന്റെ കീഴിലുള്ള ഏക പോഷക സംഘടനയായ ഗുരുധർമ്മ പ്രചരണ സഭയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അത് ഭക്തിപൂർവ്വം സമർപ്പിക്കാം എന്ന് സ്വാമിയോട് പറഞ്ഞു. ഈ നാടിന് എന്നും ഒരു വിളക്കായി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷെ ഒരു ചരിത്രം സൃഷ്ടിക്കപ്പെടുമ്പോൾ അതിലൊരു ഭാഗമാണ് നമ്മളൊക്കെ ചിലപ്പോൾ ഓർമ്മകളാവും. കൊള്ളാലോ, ലൈറ്റ് വെയ്റ്റ് കളക്ഷൻ ആണ്. ഈ ഉയർന്നു വരുന്ന സ്വർണ്ണവില കാരണം സ്വർണം മേടിക്കാൻ ആഗ്രഹമുള്ളവർക്ക് പോലും സ്വർണം മേടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്നാൽ ഇനി സ്വർണത്തിന്റെ വില അറിയാനായിട്ട് നിങ്ങൾ ന്യൂസ് പേപ്പർ നോക്കേണ്ട ആവശ്യമില്ല. പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഈ 16 മുതൽ 21 വരെ ദി ബിഗ്ഗസ്റ്റ് ചെയിൻ ഫെസ്റ്റ് ആരംഭിക്കാൻ പോവാ. ചെയിനുകൾക്ക് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട് വരുന്നത്. അവരുടെ ഓഫർ കേട്ടല്ലോ, ഇനി അവരുടെ കളക്ഷൻസും കൂടെ ഒന്ന് കണ്ടാലോ.